നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സണ്ടർലാൻഡിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ റൂബൻ അമോറിം പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയാൽ തുടരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന്. എന്നാൽ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഭദ്രമാണ്. സണ്ടർലാൻഡിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ച് കയറിയിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് ഓൾഡ് ട്രാഫോർഡിൽ അവർ നേടിയിരിക്കുന്നത്. മേസൺ മൗണ്ടും സെസ്കോയുമാണ് ഗോളുകൾ നേടിയത്. ഇപ്പം ഓൾഡ് ട്രാഫോർഡിലെ തൻ്റെ ആദ്യ ഗോളാണ് സെസ്കോ നേടുന്നത്. യുണൈറ്റഡിനായിട്ട് അദ്ദേഹം തുടരെ ഗോളുകൾ നേടുന്നു. പ്രതീക്ഷ അവിടെ ഉദിക്കുകയാണ്. ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ സെസ്കോയും മേസൺ മൗണ്ടും എംബ്യൂമോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മാത്യൂസ് കുഞ്ഞ ബെഞ്ചിലായിരുന്നു. 2ാം പകുതിയിലാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ പിന്നെ കളിക്കളത്തിലേക്ക് വന്നത്. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് എംബ്യൂമോയുടെ ബോൾ മനോഹരമായിട്ടുള്ളൊരു ടച്ചിലൂടെ വരുതിയിലാക്കിയിട്ട് മേസൺ മൗണ്ട് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. 8ാമത്തെ മിനിറ്റിൽ തന്നെ യുണൈറ്റഡ് മുന്നിൽ. തുടർന്ന് സെസ്കോയുടെ ഗോൾ പിറക്കുന്നു. കളിയുടെ 31ാമത്തെ മിനിറ്റിലാണ് സെസ്കോയുടെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പെനാൽറ്റി അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സണ്ടർലാൻഡിന്. പക്ഷേ പിന്നീട് അത് ഓവർടേൺ ചെയ്യുകയായിരുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡും മുന്നിലായിരുന്നു. 2ാം പകുതിയിലും നീക്കങ്ങളുണ്ടായി. കളിയുടെ 65ാമത്തെ മിനിറ്റിൽ മേസൺ മൗണ്ടിന് പകരം മാത്യൂസ് കുഞ്ഞ കളിക്കളത്തിലേക്ക് വന്നു. എംബ്യൂമോയെ പിൻവലിച്ച് കോബി മൈനോയെ കളിക്കളത്തിലേക്ക് വിട്ടു. പിന്നീട് ഗോളുകൾ പിറന്നില്ല. ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് യുണൈറ്റഡ്. വിജയത്തോടു കൂടി 7 കളികളിൽ നിന്ന് യുണൈറ്റഡിന് ഇപ്പോൾ 10 പോയിന്റ് ആയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.